നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. സ്നേഹത്തിന്റെ നടുവിൽ അതിന്റെ പെരുമഴയിൽ രാധ എന്നെ വളർത്തി. അങ്ങനെ എന്നെ വളർത്തിയ രാധയെ എനിക്ക് രാധയുടെ വാർദ്ധകത്തിൽ ഉപേക്ഷിക്കാൻ കഴിയുമോ? രാധ എന്റെ അമ്മയല്ല എന്ന് പറഞ്ഞിട്ട് രാധയെ എനിക്ക് മറക്കാനാകുമോ? വാർദ്ധകത്തില് പുത്രനാണ് അമ്മയെ രക്ഷിക്കേണ്ടത്. പുത്രോ രക്ഷതി വാർദ്ധക്യേ. ഇത് നമ്മുടെ നാട്ടിലെ സനാതനമായിരിക്കുന്ന നിയമസംഹിതയിൽപ്പെട്ടതാണ്. പുത്രൻ വാർദ്ധകത്തിൽ രക്ഷിക്കണം അമ്മയെ, സ്ത്രീയെ. അങ്ങനെ രാധയെ ആ രാധയുടെ വാർദ്ധകത്തില് രക്ഷിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. എല്ലാ പ്രകാരത്തിലും ഞാൻ കടപ്പെട്ടു പോയിരിക്കുന്നു. രാധയെ എനിക്ക് എങ്ങനെ മറക്കാനാകും? രാധ എന്റെ അമ്മയാണ്. ആ അമ്മയെ എനിക്ക് മറക്കാനാവില്ല. ഞാനാകട്ടെ മറന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കുറ്റവുമായി തീരും. എന്തുകൊണ്ടെന്നാൽ ധർമ്മവിദ് ധർമ്മശാസ്ത്രാണാം ശ്രവണേ സതതം രതഃ. ധർമ്മം അറിയുന്നവനാണ് ഞാൻ, മറ്റാളുകളെ പോലെയല്ല. എപ്പോഴും ധർമ്മശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്നതിനും പഠിക്കുന്നതിനും വളരെയേറെ താല്പര്യത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചു പോകുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ അമ്മയെ, രാധയെ മറക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കുറ്റമായി തീരും. എന്നെ എന്റെ അമ്മയായ രാധ ഏത് പ്രകാരത്തിലാണോ രക്ഷിക്കുന്നത്, അതേപോലെ എന്റെ അച്ഛൻ അതിരഥൻ എന്നെ മകനായി കാണുന്നു. എന്നിട്ട് മകൻ എന്നുള്ള നിലയ്ക്ക് സ്നേഹ ലാളനങ്ങളെല്ലാം എന്നിൽ ചൊരിയുന്നു. ഞാനും അദ്ദേഹത്തെ എന്റെ പിതാവായിട്ടാണ് കാണുന്നത്. സഹിമേ ജാത കർമാദി കാരയാമാസ മാധവ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മമൊക്കെ ചെയ്യണമല്ലോ. അത് പിതാവിന്റെ ചുമതലയാണ്. പിതാവും മാതാവും ചേർന്ന് ആ കർമ്മങ്ങളെല്ലാം ആരംഭിക്കുന്നു. 16 സംസ്കാരങ്ങൾ ഭാരതീയ ക്രമമനുസരിച്ചിട്ട് എല്ലാ മനുഷ്യർക്കും വേണമെന്ന് വിധിച്ചിട്ടുണ്ട്. അതിൽ തുടക്കത്തിൽ ഈ ജാതകർമാദികൾ വരുന്നു. അതെല്ലാം രാധയോടൊപ്പം അതിരഥൻ എനിക്ക് വേണ്ടി ചെയ്തു. ആ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ശുദ്ധി ഓരോ ജന്മത്തിലും കൈവരൂ. ശാസ്ത്ര വിധി അനുസരിച്ച് പുത്രൻ എന്നുള്ള നിലയിൽ എന്നോടുള്ളതായ സ്നേഹ വാത്സല്യങ്ങൾ പുരസ്കരിച്ച് വസുഷേണൻ ജാതകർമാദികൾ ചെയ്തു. എന്ന് മാത്രമല്ല, നാമ വൈ വസുഷേണേതി, അതിരഥൻ എനിക്ക് ജാതകർമാദികൾ ചെയ്തു. എന്നിട്ട് നാമ വൈ വസുഷേണേതി കാരയാമാസ വൈ ദ്വിജൈഹി, ദ്വിജന്മാരോടൊപ്പം ചേർന്ന് എനിക്ക് വസുഷേണൻ എന്ന് വിധിപ്രകാരം അദ്ദേഹം പേരുമിട്ടു. ജാതകർമാദികളെല്ലാം ദ്വിജന്മാരോടൊപ്പമാണ് അദ്ദേഹം ചെയ്തത്. അതിന്റെ കാർമ്മികത്വം എല്ലാം ദ്വിജന്മാർ വഹിച്ചു. അങ്ങനെ എന്നെ രക്ഷിച്ചു അവർ രണ്ടുപേരും. അല്ലയോ കൃഷ്ണ, എന്ത് ലഭിച്ചാലും ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. ന പൃഥിവ്യാ സകലയാ ന സുവർണസ്യ രാശിഭിഹി ഹർഷാദ് ഭയാദ്വാ ഗോവിന്ദ മിഥ്യാകർത്തും തദുത്സഹേ. അതിരഥനും രാധയും എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നതായ ആ സ്നേഹം, അതിനെ മിഥ്യയാക്കി തീർക്കാൻ ഞാൻ തയ്യാറല്ല.
ഈ ഭൂമിയുടെ മുഴുവൻ ഏകഛത്രാധിപത്യം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും, അത് എന്നെ മാടി വിളിച്ചാലും എന്റെ മുന്നിൽ വന്ന് നിന്നാലും ഞാൻ അതിരഥനെയും രാധയെയും, എന്റെ അച്ഛനും അമ്മയുമാണ് അവരെ ഞാൻ ഉപേക്ഷിക്കില്ല. അതേപോലെ തന്നെ സ്വർണം കൊണ്ട് നിർമ്മിതമായ പർവ്വതങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്നാലും ഞാൻ അതിരഥനെയും രാധയെയും ഉപേക്ഷിക്കില്ല. ഒരു പ്രകാരത്തിലും എന്തൊക്കെ പ്രലോഭനങ്ങൾ എന്നിൽ ചൊരിഞ്ഞാലും ഞാൻ അവരെ ഉപേക്ഷിക്കില്ല. ഹർഷം കൊണ്ടോ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ട് പോലുമോ ഞാൻ അവരെ ഉപേക്ഷിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അവരെന്നിൽ ചൊരിഞ്ഞതായ ആ വാത്സല്യത്തെ എനിക്ക് മിഥ്യയാക്കി തീർക്കാൻ പറ്റൂല. പുത്രൻ എന്നുള്ള നിലയിൽ അവരോട് എനിക്കുള്ളതായ കടപ്പാടിനെ എനിക്ക് നഷ്ടമാക്കി തീർക്കാൻ പറ്റൂല. ഇങ്ങനെ വലിയൊരു ബന്ധം എനിക്കുണ്ട്. അല്ലയോ കൃഷ്ണ, നീ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് പാണ്ഡവരുടെ വംശത്തിൽ പിറന്നവനാണെങ്കിലും പാണ്ഡവനാണെങ്കിലും അവരുടെ എല്ലാം ജ്യേഷ്ഠ ഭ്രാതാവാണെങ്കിലും ഞാൻ യുധിഷ്ഠിരാദികൾ ഇരിക്കുന്നതായ സ്ഥലത്തേക്ക് വരില്ല. പാണ്ഡവനായിട്ട് അറിയപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. ഭൗതികമായ ലാഭങ്ങളെല്ലാം അവിടെ ഉണ്ട് എങ്കിലും അങ്ങനെയുള്ള ലാഭങ്ങൾ എനിക്ക് വേണ്ട. അതിനേക്കാളും വലുതാണ് രാധയുടെയും അതിരഥന്റെയും സ്നേഹം, അവരോട് എനിക്കുള്ളതായ കടപ്പാട്. ഇതിലെല്ലാം നമുക്ക് കർണന്റെ മാഹാത്മ്യത്തിന്റെ വശം നേരിട്ട് കാണാം. ഇനി തുടർന്ന് കർണൻ പറയുന്നു, അല്ലയോ കൃഷ്ണ, എനിക്ക് കൗരവന്മാരോടുള്ളതായ കടപ്പാടിനെ കുറിച്ച് കൃഷ്ണൻ നന്നായി അറിയാമല്ലോ. ധൃതരാഷ്ട്രകുലേ കൃഷ്ണ ദുര്യോധന സമാശ്രയാത് മയാ ത്രയോദശ സമ ഭുക്തം രാജ്യമകണ്ഠകം. അല്ലയോ കൃഷ്ണ, ഞാൻ ദുര്യോധനനെ ആശ്രയിച്ചു, എന്റെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചു. ദുര്യോധന അതേ പ്രകാരത്തില് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന സ്വന്തം കൂട്ടുകാരനായിട്ട് എന്നെയും സ്വീകരിച്ചു. ഞങ്ങൾ തമ്മിലുള്ളതായ സ്നേഹബന്ധമുണ്ടല്ലോ, അത് പകരം വയ്ക്കാൻ വേറൊന്നില്ലാത്തതാണ്. അങ്ങനെയുള്ളതായ ആ സ്നേഹബന്ധത്താൽ ധൃതരാഷ്ട്ര കുലത്തോട് എനിക്ക് വളരെയേറെ അടുപ്പമുണ്ട്, കടപ്പാടുണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക. ആ വംശത്തില് ആ ധൃതരാഷ്ട്ര കുലം എന്നിൽ ചൊരിഞ്ഞതായ സ്നേഹ ബഹുമാനാദികളെല്ലാം കൈക്കൊണ്ടുകൊണ്ട് ഞാൻ 13 വർഷം ത്രയോദശ സമ 13 വർഷം രാജ്യത്തെ പരിപൂർണമായിട്ടും സുഖത്തോടുകൂടി ശ്രേയസ്സോടുകൂടിയിട്ട് അനുഭവിച്ചു. ദുര്യോധനൻ തന്നതാണ് ഇതെല്ലാം, രാജ്യസുഖങ്ങളെല്ലാം. അതേപോലെ തന്നെ ധാർത്തരാഷ്ട്രന്മാർ തന്നതാണ് അതെല്ലാം. അവർ എന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി കാണുന്നു, എന്നെ ഒരിക്കലും അവർ വേറെയായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് എതിരില്ലാത്തതായ രാജ്യസുഖം, അഖണ്ഡകം, മുള്ള് ഇല്ലാത്ത, എതിരില്ലാത്ത രാജ്യത്തെ എനിക്ക് ഇത്രയും കാലം സുഖമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. എനിക്ക് ദുര്യോധനോട് കടപ്പാടുണ്ട്. ഞാൻ ആ അവസരത്തിൽ എന്തൊക്കെ ചെയ്തു? ഇഷ്ടം ച ബഹുഭിർയജ്ഞൈ സഹസൂതൈർമയാ സകൃത്. എന്റെ ബന്ധുക്കളായിരിക്കുന്ന ആ സൂതന്മാരോടൊപ്പം ഞാൻ ധാരാളം യജ്ഞങ്ങൾ ചെയ്തു. ഒരു തവണയല്ല, അനേക തവണ. അത് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത് ദുര്യോധനൻ എന്നിൽ ചൊരിഞ്ഞതായ ഈ അവസരത്താലാണ്. അങ്ങനെ ധാരാളം യജ്ഞങ്ങൾ ഞാൻ ചെയ്തു എന്ന് മാത്രമല്ല, ഞാൻ സൂതവംശത്തിൽ നിന്ന് വിവാഹവും കഴിച്ചു. സൂതവംശത്തിന്റെ എല്ലാ വിശേഷങ്ങളും, എല്ലാ കർമ്മങ്ങളും, എല്ലാ ജീവിതക്രമങ്ങളും ഞാൻ അതേ പ്രകാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പരിപൂർണമായിട്ട് പ്രവർത്തിപ്പിച്ചു. അങ്ങനെ ഞാൻ സൂതനായിട്ട് ജീവിക്കുന്നവനാണ്. വില്ലെടുത്ത് യുദ്ധം ചെയ്യും, വില്ലാളിയായിട്ട് അറിയപ്പെടാനാണ് എന്റെ ആഗ്രഹം. പക്ഷേ സൂത കുലത്തിന്റെ കർമ്മങ്ങൾ ഒന്നും തന്നെ ഞാൻ
അനാദരപൂർവകമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ ക്ഷത്രിയകുല ജാതൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ ചെന്ന് കയറുക? ഒരിക്കലും അത് സാധ്യമല്ല. എന്ന് മാത്രമല്ല, അല്ലയോ കൃഷ്ണ, ഇപ്പോ ദുര്യോധനൻ ഈ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത് എന്തിന്റെ ബലത്തിലാണ്? ഇത്രയും കാലം അന്ന് അഭ്യാസ കാഴ്ചയുടെ ആ സന്ദർഭം മുതൽ ഇത്രയും കാലം ദുര്യോധനൻ പാണ്ഡവർക്ക് എതിരാളിയായിട്ട് തലയുയർത്തി കരുത്തോടുകൂടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ബലത്തിലാണ്, എന്നെ വിശ്വസിച്ചിട്ടാണ്. മാം ച കൃഷ്ണ സമാസാദ്യ കൃതശസ്ത്ര സമുദ്യമഃ ദുര്യോധനേന വർഷ്ണേയ വിഗ്രഹശ്ചാപി പാണ്ഡവൈഃ. അല്ലയോ കൃഷ്ണ, എന്നെ കിട്ടിയതുകൊണ്ടാണ്, വിലാളിയായ എന്നെ കിട്ടി ദുര്യോധനനെ സ്വീകരിക്കേണ്ടതായ ഒരു സാഹചര്യം എനിക്കും ഉണ്ടായി. ഞങ്ങളെ രണ്ടുപേരുടെ ആവശ്യമായിരുന്നു അത്. അങ്ങനെ എന്നെ കിട്ടിയതോടുകൂടിയിട്ട് ദുര്യോധനന് ധൈര്യം വന്നു. പാണ്ഡവരെ വെല്ലുവിളിക്കാമെന്നുള്ളതായ അവസ്ഥ ദുര്യോധനന് കൈവന്നു ചേർന്നു. അർജുനനും ഭീമനും ഒക്കെ എത്ര കണ്ട് ബലശാലികളായിരുന്നാലും അഭ്യാസികളായിരുന്നാലും അവരെ പരാജയപ്പെടുത്താൻ ഞാനും ദുര്യോധനനും ചേർന്നാൽ സാധിക്കുമെന്നുള്ള ഉറപ്പ് ദുര്യോധനന് വന്നു. അതുകൊണ്ടാണ് ദുര്യോധനൻ അവർക്കെതിരെ ആയുധമുയർത്തി നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് എത്ര തവണ ദുര്യോധനൻ അവരെ വെല്ലുവിളിച്ചു. ഞാൻ കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്തിന്റെ ബലത്തിലാണ് ഇപ്പോഴിതാ യുദ്ധത്തിന് ദുര്യോധനൻ തയ്യാറായി നിൽക്കുന്നതും എന്നെ കണ്ടിട്ടാണ് എന്ന് കൃഷ്ണ നീ അറിയണം.